Welcome back, my dear students. Myself, Lakshmi R. Nair, working as Associate Professor, Department of AAAS NIT Adoor. Today, we are going to discuss the sixth division session of Module 1 of Digital Electronics and Logic Design for S4 students. So, in this session, we are going to discuss about the gray codes, binary to gray code conversion, similarly gray code to binary conversion. This is an important question. Most commonly, one question is asking from this portion. So, the objective is to familiarize different codes. The previous session also we have discussed different codes. The contents of this session are binary to gray code conversion and gray code to binary conversion. So we have discussed about different number systems, different codes like XS3 code, etc. And today we are going to discuss about gray code. So gray code is a reflected binary code. It has very important applications in the field of digital electronics. Gray codes are very useful in the normal sequence binary numbers generated by the hardware that may cause an error or ambiguity during the transmission from one number to the next. So gray code can eliminate this problem easily since only one bit changes its value during any transition between two numbers. Gray code ഒരു പ്രത്യേകതയുണ്ട്. ഗ്രേ കോഡിൻ്റെ സക്സസീവ് നമ്പേഴ്സ് അപ്പോൾ ഒരു നമ്പറും തൊട്ടടുത്ത നമ്പറും തമ്മിൽ ഒരു ബിറ്റ് പൊസിഷനിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവത്തുള്ളൂ. ഇപ്പോൾ ഗ്രേ കോഡിൽ രണ്ട് അടുത്തടുത്തുള്ള നമ്പേഴ്സ് എടുത്താൽ ഈ രണ്ട് നമ്പേഴ്സും തമ്മിൽ ഒരു ബിറ്റ് പൊസിഷനിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവത്തുള്ളൂ. അതാണ് ഗ്രേ കോഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് നമുക്ക് കുറേ ആംബിഗ്വിറ്റീസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഗ്രേ കോഡ് പല ആപ്ലിക്കേഷനിലും പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പം ഗ്രേ കോഡ് എന്ന് പറഞ്ഞാൽ ഒരു നോൺ വെയ്റ്റഡ് കോഡാണ്. ഒരു പൊസിഷൻ്റെ വെയിറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ടൈപ്പ് കോഡാണ് ഗ്രേ കോഡ്. ഗ്രേ കോഡിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ BCD കോഡിൽ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് n/2 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വാല്യൂസ് കമ്പയർ ടു ദോസ് ഓഫ് ലാസ്റ്റ് n/2 നമ്പേഴ്സ് നമുക്ക് അത് ഒരു റിഫ്ലക്റ്റഡ് ബൈനറി കോഡാണെന്ന് പറയാം. അപ്പോൾ കഴിഞ്ഞ XS3 കോഡിലും ഇതുപോലെ നമുക്ക് റിഫ്ലക്റ്റഡ് മിറർ ഇമേജ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഇനിഷ്യലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൈനറി കോഡ് ടു ഗ്രേ കോഡ് കൺവേർഷൻ. അപ്പോൾ ഇവിടെ നമുക്കൊരു 4-bit ബൈനറി നമ്പർ തന്നിട്ടുണ്ട്, B3, B2, B1, B0. എങ്ങനെയാണ് ഇതിനെ ഗ്രേ കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഗ്രേ കോഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഗ്രേ കോഡിലെ ആദ്യത്തെ ബിറ്റ് G3 എന്ന് പറഞ്ഞാൽ B3 തന്നെ ആയിരിക്കും. G3 ഈക്വൽ ടു B3 ആയിരിക്കും. ഇനി G2 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? G2 is equal to B3 XOR B2. B3 B2 കൂടെ XOR ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആയിരിക്കും G2. അതുപോലെ G1 എന്ന് പറഞ്ഞാൽ B2 XOR B1 ആയിരിക്കും. അതുപോലെ G0 എന്ന് പറഞ്ഞാൽ B1 XOR B0 ആയിരിക്കും. ഇങ്ങനെ അടുത്തടുത്തുള്ള നമ്പേഴ്സിനെ XOR ചെയ്യുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ഗ്രേ കോഡ് ഡിജിറ്റ്സ് കിട്ടും. ആദ്യത്തെ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഡിജിറ്റിനെ തന്നെ എടുത്തെഴുതുന്നതായിരിക്കും ആദ്യത്തെ ഡിജിറ്റ്. ഇങ്ങനെയാണ് ബൈനറിയെ ഗ്രേ കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. 11101 എന്ന് പറഞ്ഞ ഒരു ബൈനറി നമ്പറിനെ എങ്ങനെയാണ് നമുക്ക് ഗ്രേ കോഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യത്തെ ഡിജിറ്റിനെ അങ്ങനെ തന്നെ എഴുതണം. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയായിരിക്കും. അടുത്ത ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഇതും അടുത്ത ഡിജിറ്റും കൂടെ XOR ചെയ്യണം. അപ്പോൾ 1 XOR 1 എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും ഇവിടെ. അടുത്ത ഡിജിറ്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ 1ഉം നെക്സ്റ്റ് 1ഉം കൂടെ XOR ചെയ്യുക. ആൻസർ ഈസ് 0. അടുത്ത കണ്ടുപിടിക്കാൻ വേണ്ടി 1 XOR 0, ആൻസർ ഈസ് 1. അടുത്ത 0 XOR 1 ഈസ് 1. ഇങ്ങനെ സക്സസീവ് ഡിജിറ്റ്സിനെ XOR ചെയ്യുമ്പോൾ നമുക്ക് ഗ്രേ കോഡിനെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഗ്രേ കോഡിനെ ഒബ്റ്റെയിൻ ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? G1 is equal to B1 itself, G2 is equal to B1 XOR B2, G3 is equal to B2 XOR B3, G4 is equal to B3 XOR B4, G5 is equal to B4 XOR B5. ഇവിടെ പൊസിഷൻ ഇവിടെ നമ്മൾ 1 2 3 G1 G2 G3 G4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ പൊസിഷൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഫസ്റ്റ് പൊസിഷനിലെ നമ്പറാണ്, ഇത് സെക്കൻഡ് പൊസിഷനിലെ നമ്പറാണ്, ഇത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആണ് ഇത്. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ബൈനറി ടു ഗ്രേ കോഡ് കൺവേർഷൻ G1 തന്നെയാണ്, G1 എന്ന് പറഞ്ഞാൽ B1 തന്നെയാണ്, G2 എന്ന് പറഞ്ഞാൽ B1 XOR B2, G3 B2 XOR B3, G4 B3 XOR B4.
ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബൈനറി നമ്പർ തന്നിട്ടുണ്ട്. ആ ബൈനറി നമ്പറിനെ ഗ്രേ കോഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്ത ഇക്വേഷൻസ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ 1 0 0 0 1 ഇതിനെ ഗ്രേ കോഡായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 0യെ അങ്ങനെ തന്നെ എഴുതുക. അടുത്ത 0 + 0 0 0 + 0 0 0 + 1 1. ഈ നമ്പറിനെ എഴുതിയാൽ എങ്ങനെയാ? ഫസ്റ്റ് ഡിജിറ്റ് അങ്ങനെ തന്നെ എഴുതുക. 1 1 + 1 0 1 + 1 0 1 + 1 0. അപ്പോൾ ആൻസർ എന്താണ്? 1 0 0 0. ഇങ്ങനെ നമുക്ക് ബൈനറിയെ ഗ്രേ കോഡായിട്ട് കൺവേർട്ട് ചെയ്യാം. അടുത്തതായിട്ട് ഗ്രേ കോഡ് ടു ബൈനറി കൺവേർട്ടർ. ഗ്രേ കോഡിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി അതിന് ഇതുപോലെ ഫസ്റ്റ് ഡിജിറ്റ് അങ്ങനെ തന്നെ എഴുതുക. ഫസ്റ്റ് ഡിജിറ്റ് അങ്ങനെ തന്നെ എഴുതുക. സെക്കൻഡ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ എഴുതിയ ഡിജിറ്റും നെക്സ്റ്റ് ഡിജിറ്റും, അതായത് ഇപ്പം നമ്മൾ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്ത ഡിജിറ്റും ഗ്രേ കോഡിലെ അടുത്ത ഡിജിറ്റും കൂടെ XOR ചെയ്യുക. അപ്പം B3 XOR G2 ആയിരിക്കും B2. അടുത്തത് B2 XOR G1 ആയിരിക്കും B1. അടുത്തത് B1 XOR G0 ആയിരിക്കും B0. ക്രോസ് ആയിട്ടുള്ള XOR അഡീഷൻ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പം B3 = G3, B2 = B3 XOR G2, B1 = B2 XOR G1, B0 = B1 XOR G0. ഇങ്ങനെയായിരിക്കും നമുക്ക് ഗ്രേ കോഡ് ടു ബൈനറി കൺവേർഷൻ ചെയ്യുന്നത്. ഗ്രേ കോഡ് ടു ബൈനറി കൺവേർഷൻ ചെയ്യുന്ന ഇക്വേഷൻസിനെ നമുക്ക് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ചെയ്താൽ എങ്ങനെ ചെയ്യാം? B3 = G3, B2 = B3 XOR G2, B1 = B2 XOR G1, B0 = B1 XOR G0. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഗ്രേ ടു ബൈനറി കൺവേർഷനിൽ ക്രോസ് ആയിട്ടുള്ള എക്സോറിങ് ഓപ്പറേഷൻ ആണ്. ഇവിടെ എക്സാമ്പിൾ 1 0 0 0യുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി കണ്ടുപിടിക്കാൻ വേണ്ടി ഈ 1നെ ആദ്യം അങ്ങനെ തന്നെ എഴുതുക 1. അടുത്ത നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി 1 XOR 0, ആൻസർ എത്രയാണ്? 1. അടുത്ത നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി 1 XOR 0, ആൻസർ 1. അടുത്ത നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ 1 XOR 0 1. അങ്ങനെ നമുക്ക് 1 1 1 1 ആൻസർ കിട്ടുന്നതാണ്. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗ്രേ കോഡിനെ പറ്റിയാണ്. ഗ്രേ കോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോൺ വെയ്റ്റഡ് കോഡാണ്. അപ്പോൾ ഇത് റിഫ്ലെക്റ്റീവ് കോഡായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിനെ നമുക്ക് കൺവേർഷന് വേണ്ടി മെയിനായിട്ട് നമ്മൾ XOR ഓപ്പറേഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. സോ ഈ ഗ്രേ കോഡിൽ നിന്ന് എപ്പോഴും ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നോർമലി ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ തന്നേക്കുന്നത്. കൺവേർട്ട് ദ ഫോളോയിങ് ബൈനറി നമ്പർ ഇൻടു ഇക്വലന്റ് ഗ്രേ കോഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കൺവേർട്ട് ദ ഫോളോയിങ് ഗ്രേ കോഡ് ടു ബൈനറി വിത്ത് എക്സാമ്പിൾസ്. എക്സ്പ്ലെയിൻ ദ കൺവേർഷൻ ഓഫ് ഗ്രേ ടു ബൈനറി കൺവേർഷൻ ആൻഡ് വൈസ് വേഴ്സ. Create a table showing 4-bit gray code and its corresponding binary code. Explain how the table is derived. അപ്പോൾ ഇതെല്ലാം സിമിലർ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഈ ടൈപ്പ് ഒരുപാട് ക്വസ്റ്റ്യൻസ് യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുണ്ട്. സോ ഇന്നത്തെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ഈ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് തന്നെയാണ് തരുന്നത്. അപ്പോൾ ഈ പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് അസൈൻമെൻറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ഹോംവർക്ക്സ് ആയിട്ട് ചെയ്ത് വെക്കുക. ഫോർ ഫർദർ ക്വറീസ് പ്ലീസ് കോൺടാക്ട് മീ അറ്റ് lakshmi.r.nair@gmail.com. Hope you all understood the topic. For further reference, please refer Fundamentals of Digital Electronics by we will see in next session. Next session is about binary arithmetic. Thank you for listening this session.